കൊച്ചി മലയാള സിനിമാ സംഗീത ലോകത്ത് തന്റേതായ ഒരിടം നേടിയ സംഗീത സംവിധായകനാണ് ജാസി ഗിഫ്റ്റ്. വ്യത്യസ്തമായ ശബ്ദവും സംഗീതശൈലിയുമായി 2003-ൽ പുറത്തിറങ്ങിയ ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി. ഈ സിനിമയിലെ ഗാനങ്ങൾ അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ഒരു സംഗീതാനുഭവമായിരുന്നു. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി ഏകദേശം 50 സിനിമകൾക്ക് സംഗീതം നൽകുകയും 100-ലധികം ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്ത ജാസി ഗിഫ്റ്റ് സൗത്ത് ഇന്ത്യൻ സംഗീത ലോകത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ഫോർ ദ പീപ്പിൾ എന്ന ചിത്രത്തിലെ ലജ്ജാവതിയെ എന്ന ഗാനം. ഈ ഗാനം ഇന്നും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. മലയാളം വരികളിൽ വെസ്റ്റേൺ സംഗീതത്തിന്റെ ചേരുവ നൽകിയത് ഈ ഗാനത്തിന് ഒരു പ്രത്യേകതയായിരുന്നു. സിനിമ പുറത്തിറങ്ങി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ സജീവമായി നിലനിൽക്കുന്നു. ഇപ്പോഴിതാ ഈ ഗാനത്തെക്കുറിച്ച് ജാസി ഗിഫ്റ്റ് ഒരു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ലജ്ജാവതിയെ എന്ന ഗാനം ആദ്യമായി പ്ലേ ചെയ്തത് സൂപ്പർ താരം മമ്മൂട്ടിയുടെ മകളുടെ വിവാഹച്ചടങ്ങിൽ വെച്ചായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ വിവരം പങ്കുവച്ചത്. ജാസി ഗിഫ്റ്റ് പറയുന്നതനുസരിച്ച് ഈ ഗാനം ആ സമയത്ത് അന്നത്തെ ജുക്ക് ബോക്സുകളിലൊക്കെ വന്നു തുടങ്ങി. എന്നാൽ ഇതിന്റെ ഓഡിയോ ഔദ്യോഗികമായി റിലീസ് ചെയ്തിരുന്നില്ല. ഇതിന്റെ ഒറിജിനൽ മാസ്റ്റർ കോപ്പി ആദ്യമായി പ്ലേ ചെയ്യുന്നത് മമ്മൂക്കയുടെ മകളുടെ മൈലാഞ്ചി കല്യാണത്തിനാണ്. അങ്ങനെ പുറത്തുള്ള സാധാരണ ശ്രോതാക്കൾ ആദ്യമായി ഈ ഗാനം കേൾക്കുന്നത് അവിടെ നിന്നാണ്. അന്ന് അവിടെ താൻ ഈ ഗാനം അവതരിപ്പിച്ചിരുന്നില്ല. ആ സമയത്ത് അവിടെ വെച്ചാണ് ആദ്യമായി ഈ CD മാസ്റ്റർ കോപ്പി ഞങ്ങൾ പ്ലേ ചെയ്യുന്നത്. അവിടുന്നാണ് ഈ ഗാനത്തിന്റെ ഓഡിയോ പുറത്തേക്ക് പോകുന്നത്. ജാസി ഗിഫ്റ്റിന്റെ ഈ വെളിപ്പെടുത്തൽ ലജ്ജാവതിയെ എന്ന ഗാനത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ ഏടാണ് തുറക്കുന്നത്. ഒരു സൂപ്പർ താരത്തിന്റെ കുടുംബാംഗങ്ങളും അവരുടെ അതിഥികളും ആദ്യമായി കേട്ട ഈ ഗാനം പിന്നീട് മലയാളികളുടെ ഹൃദയം കവർന്നു എന്നത് ഒരു കൗതുകകരമായ യാദൃച്ഛികതയാണ്. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ ഗാനം അതിന്റെ പ്രൗഢി നിലനിർത്തുന്നു എന്നത് ജാസി ഗിഫ്റ്റിന്റെ സംഗീതത്തിന്റെ മാന്ത്രികതയ്ക്ക് ഉദാഹരണമാണ്.